PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 20 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമേത്? കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമേത്? കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്. ആരൊക്കെ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ. ആരൊക്കെ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? രാഷ്ട്രപതിയിൽ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? രാഷ്ട്രപതിയിൽ. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ആരിലൂടെയാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലെ മന്ത്രിസഭയിലൂടെ. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ആരിലൂടെയാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലെ മന്ത്രിസഭയിലൂടെ. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ അടങ്ങിയിരിക്കുന്നു? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ അടങ്ങിയിരിക്കുന്നു? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ കേട്ടോ. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന സംവിധാനമേത്? ഉദ്യോഗസ്ഥ വൃന്ദം. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന സംവിധാനമേത്? ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ 3 വിഭാഗങ്ങൾ ഏതെല്ലാം? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ 3 വിഭാഗങ്ങൾ ഏതെല്ലാം? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നതാര്? രാഷ്ട്രപതി. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നതാര്? രാഷ്ട്രപതി. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കപ്പെടുന്നതെന്ത്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കപ്പെടുന്നതെന്ത്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയെന്ത്? 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയെന്ത്? 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരെല്ലാം? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരെല്ലാം? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര? 5 വർഷം. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര? 5 വർഷം. രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ ഏതെല്ലാം? പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക. രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാം? പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നതാർക്ക്? ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നതാർക്ക്? ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതാര്? ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതാര്? ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ. സുപ്രീം കോടതിയുടെ വിവിധ തരത്തിലുള്ള അധികാരങ്ങൾ ഏതെല്ലാം? ഉദ്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശകാധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. സുപ്രീം കോടതിയുടെ വിവിധ തരത്തിലുള്ള അധികാരങ്ങൾ ഏതെല്ലാം? ഉദ്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശകാധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ ഏത് അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നു? ഉദ്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ ഏത് അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നു? ഉദ്ഭവാധികാരം. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏത് വിഭാഗത്തിലേതാണ്? ഉദ്ഭവാധികാരം. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏത് വിഭാഗത്തിലേതാണ്? ഉദ്ഭവാധികാരം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏത്? സുപ്രീം കോടതി. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏത്? സുപ്രീം കോടതി.
രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേലുള്ള അപ്പീലുകൾ സ്വീകരിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനമേത്? സുപ്രീം കോടതി. രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേലുള്ള അപ്പീലുകൾ സ്വീകരിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനമേത്? സുപ്രീം കോടതി. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകാൻ സുപ്രീം കോടതിക്കുള്ള ഭരണഘടനാപരമായ ബാധ്യത എങ്ങനെ അറിയപ്പെടുന്നു? ഉപദേശകാധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകാൻ സുപ്രീം കോടതിക്കുള്ള ഭരണഘടനാപരമായ ബാധ്യത എങ്ങനെ അറിയപ്പെടുന്നു? ഉപദേശകാധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമേത്? റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമേത്? റിട്ട് അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്ന അധികാരമേത്? നീതിന്യായ പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്ന അധികാരമേത്? നീതിന്യായ പുനരവലോകന അധികാരം. രാജ്യത്തെ ഭരണത്തലവനാര്? പ്രധാനമന്ത്രി. രാജ്യത്തെ ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവായി പ്രവർത്തിക്കുന്നതാര്? പ്രധാനമന്ത്രി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവായി പ്രവർത്തിക്കുന്നതാര്? പ്രധാനമന്ത്രി. മന്ത്രിസഭ രൂപവൽക്കരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആര്? പ്രധാനമന്ത്രി. മന്ത്രിസഭ രൂപവൽക്കരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആര്? പ്രധാനമന്ത്രി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും അധികാരമുള്ളതാർക്ക്? പ്രധാനമന്ത്രിക്ക്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും അധികാരമുള്ളതാർക്ക്? പ്രധാനമന്ത്രിക്ക്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുന്നതാര്? പ്രധാനമന്ത്രി. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുന്നതാര്? പ്രധാനമന്ത്രി. 5 വർഷ കാലാവധിക്ക് മുൻപായി പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടി വരുന്ന സാഹചര്യമേത്? ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ. 5 വർഷ കാലാവധിക്ക് മുൻപായി പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടി വരുന്ന സാഹചര്യമേത്? ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതി ഏത്? മന്ത്രിസഭ. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതി ഏത്? മന്ത്രിസഭ. മന്ത്രിസഭയുടെ തലവനാര്? പ്രധാനമന്ത്രി. മന്ത്രിസഭയുടെ തലവനാര്? പ്രധാനമന്ത്രി. മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാം? രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ വിദേശ നയങ്ങൾ രൂപവൽക്കരിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക. മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാം? രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ വിനോദ നയങ്ങൾ രൂപവൽക്കരിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപവൽക്കരിക്കുന്നതിനും രാഷ്ട്രീയകാര്യ നിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതാര്? ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപവൽക്കരിക്കുന്നതിനും രാഷ്ട്രീയകാര്യ നിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതാര്? ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമേത്? ബ്യൂറോക്രസി. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമേത്? ബ്യൂറോക്രസി. നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാൽ സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നത് എന്ത്? ബ്യൂറോക്രസി. നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാൽ സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നത് എന്ത്? ബ്യൂറോക്രസി. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമേത്? നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമേത്? നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനാൽ ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനാൽ ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് എന്ത്? നീതിന്യായ വിഭാഗം. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഏത് തരത്തിലുള്ള നീതിന്യായ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്? ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനം കേട്ടോ. ഓക്കെ. അപ്പോൾ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഏത് തരത്തിലുള്ള നീതിന്യായ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്? ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനം.
മുകളിൽ നിന്ന് താഴേക്ക് എന്ന വിധത്തിൽ ഇന്ത്യയിലെ കോടതികളുടെ ഘടനാക്രമമേത്? സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ. മുകളിൽ നിന്ന് താഴോട്ട് എന്ന വിധത്തിൽ ഇന്ത്യയിലെ കോടതികളുടെ ഘടനാക്രമമേത്? സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമേത്? സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമേത്? സുപ്രീം കോടതി. സുപ്രീം കോടതി നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 28. സുപ്രീം കോടതി നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 28. സുപ്രീം കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വയസ്സ് വരെയാണ്? 65 വയസ്സ് വരെ. സുപ്രീം കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വയസ്സ് വരെയാണ്? 65 വയസ്സ് വരെ. സുപ്രീം കോടതി ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെൻറ്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെൻറ്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപിലാണ്? രാഷ്ട്രപതിയുടെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപിലാണ്? രാഷ്ട്രപതിയുടെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും നിലകൊള്ളുന്ന സ്ഥാപനമേത്? സുപ്രീം കോടതി. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്ന സ്ഥാപനമേത്? സുപ്രീം കോടതി. പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമേത്? നീതിന്യായ പുനരവലോകനം, ജുഡീഷ്യൽ റിവ്യൂ. പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമേത്? നീതിന്യായ പുനരവലോകനം, ജുഡീഷ്യൽ റിവ്യൂ. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് കഴിയുന്ന മാർഗങ്ങളേവ? ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് കഴിയുന്ന മാർഗങ്ങളേവ? ബഡ്ജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള. ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് കഴിയുന്ന മാർഗത്തിന് ഉദാഹരണമേത്? ഇംപീച്ച്മെൻറ്റ്. ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് കഴിയുന്ന മാർഗത്തിന് ഉദാഹരണമേത്? ഇംപീച്ച്മെൻറ്റ്. ജുഡീഷ്യറിക്ക് പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന മാർഗത്തിന് ഉദാഹരണമേത്? നീതിന്യായ പുനരവലോകന അധികാരം. ജുഡീഷ്യറിക്ക് പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന മാർഗത്തിന് ഉദാഹരണമേത്? നീതിന്യായ പുനരവലോകന അധികാരം. എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാൻ കഴിയുന്ന മാർഗങ്ങളേവ? ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനവും സ്ഥലംമാറ്റവും. എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാൻ കഴിയുന്ന മാർഗങ്ങളേവ? ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനവും സ്ഥലംമാറ്റവും. ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ 3 ശാഖകൾക്കിടയിൽ വിഭജിച്ചു നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങളേവ? അധികാര കേന്ദ്രീകരണം ഒഴിവാക്കൽ, സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയൽ, ജനാധിപത്യം പരിപാലിക്കൽ. ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ 3 ശാഖകൾക്കിടയിൽ വിഭജിച്ചു നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങളേവ? അധികാര കേന്ദ്രീകരണം ഒഴിവാക്കൽ, സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയൽ, ജനാധിപത്യം പരിപാലിക്കൽ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു.